ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. രണ്ടാമത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസ്, മോൾ കോൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ് ആൻഡ് ലിമിറ്റിംഗ് റീജിയന്റ്. ഇത്രയും ടോപ്പിക്സ് മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. Two elements, carbon and hydrogen, combine to form C2H6, C2H4, C2H2. Identify the law illustrated. Justify your answer. അപ്പോൾ ഇവിടെ C2H6, C2H4, C2H2 ഇങ്ങനെ 3 കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അത് ഫോം ചെയ്തിരിക്കുന്നത് 2 എലമെന്റിൽ നിന്നാണ് അല്ലെ, കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ 2 elements combine to form more than 1 compound. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഏത് ലോ ആണ് ഇതിൽ പറയുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പൊ എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് if 2 elements combine to form more than 1 compound, the different masses of one of the element that combine with a fixed mass of the other element are in a simple small whole number ratio. എന്താണ് ഇവിടെ പറയുന്നത്? 2 elements combine to form more than 1 compound. അതായത് 2 elements കമ്പൈൻ ചെയ്തിട്ട് ഒന്നിലധികം കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അല്ലെ, ദ ഡിഫറെന്റ് മാസസ് ഓഫ് വൺ ഓഫ് ദ എലമെന്റ്. ഇപ്പോൾ ഒരു എലമെന്റിന്റെ ഡിഫറെന്റ് മാസസ് മറ്റേ എലമെന്റിന്റെ ഫിക്സഡ് ഫിക്സസുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക്, അതായത് ഡിഫറെന്റ് മാസസ് ഉള്ള എലമെന്റിന്റെ ആ മാസിനെ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? ഇനെ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. അപ്പോൾ ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത് എങ്ങനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം, എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? അത് C2H6, C2H4, C2H2 ഇത്രയും കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരു എലമെന്റിന്റെ മാസ് നമ്മൾ ഫിക്സ്ഡ് ആക്കി വെക്കണം. അപ്പൊ ഇവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പൊ C2 ആണ് എല്ലാത്തിലും. C2 എന്ന് പറയുമ്പോൾ കാർബൺ, 2 കാർബണിന്റെ മാസ് എത്രയാണ്? ഒരു കാർബൺ 12 ഗ്രാം ആണ്. അപ്പൊ 2 കാർബൺ എന്ന് പറയുമ്പോൾ 24 ഗ്രാം. അത് ഫിക്സ്ഡ് ആണ് അല്ലെ. ഇപ്പൊ എല്ലാത്തിലും 24 ഗ്രാം കാർബൺ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എലമെന്റ് നോക്കാം. രണ്ടാമത്തെ എലമെന്റ് ഹൈഡ്രജൻ ആണ്. ഇപ്പൊ ഒന്നാമത്തെ കോമ്പൗണ്ടിൽ വന്നിരിക്കുന്നത് H6 ആണ്. അതായത് 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ അല്ലെ, 6 ഗ്രാം. അപ്പൊ നമുക്ക് ഹോൾ നമ്പർ റേഷ്യോ ആക്കി എഴുതി നോക്കാം. രണ്ടാമത്തതിൽ 4 ഗ്രാം ഓഫ് ഹൈഡ്രജൻ. അപ്പൊ 4 എത്രയാണ്? H2 2 ഗ്രാം. ഇതെല്ലാം ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മളതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 3:2:1 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഇത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ amount of CO2 produced by the reaction of 32 gram of CH4 and 32 gram of O2. എന്താണ് പറഞ്ഞിരിക്കുന്നത്? Calculate the amount of CO2 produced by the reaction of 32 gram of CH4 and 32 gram of oxygen. അപ്പം നമ്മൾ amount of carbon dioxide കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് 32 gram of methane and 32 gram of oxygen. അപ്പോൾ റിയാക്ഷൻ ആദ്യം നമുക്ക് വേണ്ടത് ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പം ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ അമൗണ്ട് അല്ലെങ്കിൽ റിയാക്ടന്റിന്റെ അമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം അല്ലെ. അപ്പം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് മീഥെയിൻ റിയാക്ടിങ് വിത്ത് ഓക്സിജൻ. മീഥെയിൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ ഇക്വേഷൻ ആക്കുകയാണ്. അപ്പം CH4 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഇതൊരു കമ്പേർഷൻ റിയാക്ഷൻ ആണ്. കമ്പേർഷൻ റിയാക്ഷൻ ഓഫ് മീഥെയിൻ പ്രോഡക്റ്റ് നമുക്ക് അറിയാം, പക്ഷെ ഒരു പ്രോഡക്റ്റ് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പം അത് ആദ്യം എഴുതാം. കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ എന്താണ് രണ്ടാമത്തെ പ്രോഡക്റ്റ്? യെസ്, വാട്ടർ ഫോം ചെയ്യും. ഓക്കെ, ഇനി ഇതിനെ ബാലൻസ് ചെയ്യണം അല്ലെ. ഇവിടെ എന്തൊക്കെയാണ്? 4 ഹൈഡ്രജൻസ്, ഒരു കാർബൺ ഓക്കെ. ഹൈഡ്രജൻ 4, ഇവിടെ 4 ഹൈഡ്രജൻസ് ഉണ്ട്. ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ 4 ആയല്ലോ. അപ്പൊ 4 ഹൈഡ്രജൻ ആയി. ഇനി നോക്കൂ,
കാർബൺ നമ്മൾ മാറ്റിയില്ല, ഹൈഡ്രജൻ ആണ് മാറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണ്. പക്ഷെ ഓക്സിജൻ ഇവിടെ എന്തായി 2 ആയിരുന്നു, ഇവിടെ 2 ഉണ്ട്, ഇവിടെ ആണെങ്കിൽ 2 ഉണ്ട്, 4. പക്ഷെ ഇവിടെ 2 അല്ലേ ഉള്ളൂ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ബാലൻസ്ഡ് ആയില്ലേ? കാർബൺ ഒരു കാർബൺ, ഹൈഡ്രജൻ 4, അപ്പുറത്ത് 4, ഇവിടെ 2 2 2 × 2 4 ഹൈഡ്രജൻസ്. ഇവിടെ ആണെങ്കിൽ ഓക്സിജൻ, ഇവിടെ ആണെങ്കിൽ 2 + 2 4 ഓക്സിജൻ. ഇപ്പൊ ബാലൻസ്ഡ് ആണ്. അപ്പൊ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ചോദിച്ചിരിക്കുന്നത് 32 gram ഓഫ് മീഥെയ്ൻ ആൻഡ് 32 gram ഓഫ് ഓക്സിജൻ അല്ലെ. അപ്പൊ ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ആദ്യം നമുക്ക് വേണ്ടത് ഏതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതിനെ ഗ്രാമിലോട്ട് മാറ്റാം. അപ്പൊ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് സോഷ്യോമെട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെയിറ്റ് അല്ലെ, മാസ്. ഇതിനെ മാസിലോട്ട് മാറ്റാം. CH4 എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അപ്പം ഇവിടെ CH4, കാർബണിന്റെ അറ്റോമിക് മാസ് പറയുന്നത് 12 ആണ്. 12 + 4. ഇതിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 16 gram ആണ്. അപ്പൊ 16 gram ഓഫ് മീഥെയ്ൻ കമ്പൈൻ വിത്ത് 2 ഓക്സിജൻ. 2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ എത്രയായി മാസ്? ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ മാസ്, ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് 16 അല്ലെ. അപ്പൊ ഒരു മോളിക്യൂളിന്റെ മാസ് 32. അങ്ങനെ 2 മോളിക്യൂൾ ഉണ്ട്. അപ്പോ 64 gram. ഫോം CO2, കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ് മാസ്? 2 ഓക്സിജൻ 32, കാർബൺ 12. അപ്പൊ ടോട്ടൽ 44 gram. 44 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, 2 H2O. അപ്പൊ ഒരു H2O എന്ന് പറയുന്നത് ഓക്സിജൻ 16 + 2, അപ്പം 18, 18 gram ആണ്. അപ്പൊ 18 gram × 2 എന്ന് പറയുന്നത് 36 gram ആണ്. ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ 32 gram ഓഫ് മീഥെയ്ൻ കമ്പൈൻ ചെയ്യുന്നത് 32 gram ഓഫ് ഓക്സിജൻ ആണ്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം ഈ 32 gram മീഥെയ്ൻ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യാൻ നമുക്ക് 32 gram ഓഫ് ഓക്സിജൻ ആണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ കൂടുതലാണോ കുറവാണോ, അത് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. ആദ്യം നമുക്ക് ഇതിന് തന്നെ തുടങ്ങാം. അതായത് 64 gram ഓഫ് ഓക്സിജൻ റിക്വയർഡ് ആണ്. എന്തിന് റിക്വയർഡ് ആണ്? 16 gram ഓഫ് മീഥെയ്ൻ കമ്പൈൻ ചെയ്യാൻ. അപ്പൊ അതിന് തന്നെ തുടങ്ങാം. അതായത് 64 gram ഓഫ് കാർബൺ റിയാക്ട്സ് വിത്ത് 64 gram ഓഫ് oxygen react with 16 gram of methane. Okay, 16 gram of methane. അപ്പൊ അങ്ങനെയാണെങ്കിൽ 64ന്റെ പകുതി എത്രയാ? 32 gram of oxygen എത്ര methane വേണം? of oxygen will combine with react with. അപ്പോൾ 64 നമ്മൾ പകുതിയാക്കി. അപ്പൊ ഇവിടെ 16 നമ്മൾ എന്ത് ചെയ്യണം? പകുതിയാക്കണം. അപ്പൊ 8 gram of methane. ഇപ്പൊ നോക്കൂ, 8 gram ഓഫ് മീഥെയ്ൻ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. എന്തിന്? 32 gram ഓക്സിജൻ ബേൺ ചെയ്യാനായിട്ട് അല്ലെ. ഇപ്പൊ പക്ഷെ നമ്മുടെ കയ്യിൽ മീഥെയ്ൻ ഒരുപാടുണ്ട്. പക്ഷെ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓക്സിജൻ റിയാക്ട് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ റിയാക്ഷൻ നടക്കൂ. അത് കഴിഞ്ഞ് പിന്നെ ഓക്സിജൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഓക്സിജൻ ഇവിടെ എത്രയാണ്? ലിമിറ്റിംഗ് റിയേജന്റ് ആണ് അല്ലെ. 32 gram നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഓക്സിജന് തന്നെ നമ്മൾ തുടങ്ങുന്നു. ഓക്സിജന് തന്നെ നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് പ്രോഡക്റ്റ് എത്ര ഫോം ചെയ്യുന്നു, അതായത് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ്, നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ്? ഓക്സിജന്റെ എമൗണ്ട് എന്നാണ്. ഇവിടെ നോക്കൂ, ഈ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? 64 gram ഓഫ് ഓക്സിജൻ produce 44 gram of carbon dioxide. എന്താണ്? 64 gram of oxygen അല്ലെ. ഇവിടുന്ന് കിട്ടിയതാണ് 64 gram of oxygen എത്ര കാർബൺ ഡൈ ഓക്സൈഡ് തരും? 44 gram of കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. 64 gram ഓക്സിജൻ റിയാക്ട് ചെയ്തിട്ട് നമുക്ക്
44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 32 ഗ്രാം ഓക്സിജന് നമുക്ക് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? അപ്പൊ നോക്കൂ, ഇത് ഡയറക്റ്റ് അല്ലേ. അപ്പൊ ഓക്സിജന്റെ എമൗണ്ട് കൂടുമ്പോൾ എന്താവും? പ്രോഡക്റ്റ് കൂടും. കുറയുമ്പോൾ പ്രോഡക്റ്റ് കുറയും. അതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ 64 എന്നുള്ളത് 32 ആവാൻ വേണ്ടി എന്ത് കാൽക്കുലേഷൻ ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? 64ന്റെ പകുതിയാണ് 32. അങ്ങനെയാണെങ്കിൽ എത്ര ഫോം ചെയ്യും? 44ന്റെ പകുതി 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. അതാണ് എന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് ഏതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ് ശരിക്കും ആൻസർ. അപ്പൊ ഈ ഒരൊറ്റ സ്റ്റെപ്പ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്ന് കിട്ടണം. ആ ലിമിറ്റിംഗ് റിയേജന്റ് തന്നെ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് കിട്ടും, പക്ഷെ അത്രയും പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കില്ല. കാരണം ഇവിടെ തന്നെ നോക്കൂ, 32 ഗ്രാം ഓഫ് മീഥെയിൻ, അതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് വലിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത്രയും ഫോം ചെയ്യില്ല. കാരണം മീഥെയിൻ എത്ര തന്നെ ഉണ്ടായിരുന്നാലും ഓക്സിജൻ തീർന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ സ്റ്റോപ്ഡ് ആവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റിയാക്ഷൻ നടക്കില്ല. കാരണം രണ്ടും ഓക്സിജനും മീഥെയിനും ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ 5 moles ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ തന്നിട്ടുണ്ട്. തന്നിട്ടുള്ളതിൽ തന്നെ നോക്കൂ, C6H12O6, ഇതാണ് ഗ്ലൂക്കോസ്. അപ്പൊ എന്താണ് ചോദിക്കുന്നത്? നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ 5 molecules ഓഫ് ഗ്ലൂക്കോസ്. അപ്പൊ ഒരു മോളിക്യൂൾ ഓഫ് 5 moles ഓഫ് ഗ്ലൂക്കോസിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാം, C6H12O6 അല്ലേ? ഇതാണ് ഒരു മോളിക്യൂള് ഓഫ് ഗ്ലൂക്കോസ്. 1 molecule ഓഫ് ഗ്ലൂക്കോസ് ആണിത്. അപ്പൊ ഈ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? ഒരു മോളിക്യൂളിൽ എത്ര ഉണ്ട്? 6. കറക്റ്റ്. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ 6 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. 6 ഓക്സിജൻ ആറ്റംസ്. 1 molecule ഓഫ് ഗ്ലൂക്കോസിൽ 6 ഓക്സിജൻ ആറ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 5 moles എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? അതായത് ആദ്യം നമുക്ക് എന്തറിയണം? 5 moles എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് അറിയണം അല്ലെ? അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഇപ്പൊ ഒരു മോൾ എന്ന് പറയുന്നത് എത്ര മോളിക്യൂൾ ആണ്? യെസ്, അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് 6.02 × 10⁻23. അപ്പൊ 5 moles ഓഫ് ഗ്ലൂക്കോസിൽ എത്ര മോളിക്യൂൾ ആണ്? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഗ്ലൂക്കോസ് മോളിക്യൂൾ ഇൻ ഗ്ലൂക്കോസ് മോളിക്യൂൾ. Glucose molecule in 5 mole. 5 mole of glucose. 5 moles of glucose. എത്രയാണ്? എത്രയാണത്? 5 moles of glucose. അപ്പോൾ 5 moles of glucose എന്ന് പറയുമ്പോൾ 5 into ഒരു മോളിൽ 6.02 × 10⁻23. 6.00 ആണ്. 02 × 10⁻23. അപ്പൊ ഇത്രയും മോളിക്യൂൾസ് ആണ് ഒരു മോളിൽ. അപ്പൊ 5 മോൾസിൽ 5 × 6.02 × 10⁻23 മോളിക്യൂൾ. ഇനിയിപ്പോ നിങ്ങൾക്ക് എളുപ്പമല്ലേ? ഒരു മോളിക്യൂളിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 6. അങ്ങനെയാണെങ്കിൽ 5 മോൾസിൽ ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, അതേ ഇൻറ്റു 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 × 5 × 6.02 × 10⁻23. 5 × 6 എന്ന് പറയുമ്പോൾ 30. 30 × 6.02 × 10⁻23 എഴുതാം. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താലും മതി. 10⁻23. അപ്പൊ ടോട്ടൽ 180. 180.6 × 30. 180.6 വരും. Into 10⁻23 molecules. 23 atoms of oxygens.
ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് തോന്നുവാണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. NO and NO2 are two oxides of nitrogen. Which law of chemical combination is illustrated by this compound and state the law? Okay. ഇതും നേരത്തെ പോലെ തന്നെ NO and NO2 ആണ്. അപ്പം രണ്ട് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, നൈട്രജന്റെ മാസ് ഫിക്സ്ഡ് ആണ്. അപ്പം ഇതും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ വരുന്നതാണ്. സ്റ്റേറ്റ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. സ്റ്റേറ്റ് ദ ലോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് മഗ്നീഷ്യം ആറ്റം ഇൻ ഗ്രാംസ്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ മോൾ കോൺസെപ്റ്റ് എന്ന് വരുന്നത് തന്നെയാണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് മഗ്നീഷ്യം ആറ്റം ഇൻ ഗ്രാംസ്. മാസ് ഓഫ് മഗ്നീഷ്യം ആറ്റം, ഒരു മഗ്നീഷ്യം ആറ്റത്തിന്റെ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് അല്ലെ? എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യം? അറ്റോമിക് മാസ് ഓഫ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അറ്റോമിക് മാസ് ഓഫ് മഗ്നീഷ്യം എന്താണ്? മോളാർ മാസ്. അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളാർ മാസ് അല്ലെ? അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് മോളാർ മാസ് ആണ്. അപ്പൊ മോളാർ മാസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഗ്രാം അറ്റോമിക് മാസ് ആണ്. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് മഗ്നീഷ്യം അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് മഗ്നീഷ്യം എന്ന് പറയുന്നത് 24 ഗ്രാം ആണ്. അത് എത്ര മഗ്നീഷ്യം ആറ്റത്തിന്റെ വെയിറ്റ് ആണത്? 6.02 into 10⁻23. അപ്പൊ 6.02 ഒരു മോളിന്റെ, ഒരു മോൾ മഗ്നീഷ്യം ആറ്റത്തിന്റെ മാസ് ആണല്ലോ ഈ 24 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോ 6.02 into 10⁻23 ആറ്റംസ്. അത്രയും ആറ്റംസിന്റെ, മഗ്നീഷ്യം ആറ്റംസിന്റെ എന്താണ് മാസ് ആണ് 24 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിന്റെ മാസ് കിട്ടാൻ എന്താ എളുപ്പമല്ലേ? ഒരു 1 ആറ്റമിന്റെ മാസ് എന്താണ്? മാസ് ഓഫ് 1 ആറ്റം ഇസ് ഈക്വൽ ടു, നിങ്ങൾ ഫുൾ സ്റ്റെപ്പ് എഴുതുക. ഞാൻ പറയുന്നത് കൊണ്ട് കുറച്ച് എഴുതുന്നുള്ളൂ. ഇതിൽ എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അത്ര എഴുതുന്നില്ല. ഞാൻ സിമ്പിൾ ആയിട്ടാണ് എഴുതുന്നത്. അപ്പൊ എക്സാമിന് ചോദിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെപ്പ് എഴുതാം. അപ്പൊ 1 ആറ്റം, മാസ് ഓഫ് 1 ആറ്റം ഇസ് ഈക്വൽ ടു എത്രയാണ്? മാസ് ഓഫ് 1 ആറ്റം ഈക്വൽ ടു, ഈ 6.02 into 10⁻23ക്ക് 24 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. അപ്പോ 10 ആപ്പിളിന് 20 റുപ്പീസ് ആണ് വില എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഒരു ആപ്പിളിന് എത്രയാണ് വില? അതേപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു ആപ്പിളിന് വില കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 20നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതല്ലേ ചെയ്യുന്നത്? അതുപോലെ ഇവിടെ അങ്ങനെ ചെയ്യണം. അപ്പം 6.02 into 10⁻23 ആറ്റം 24 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിന് എത്രയാണ്? 24 divided by ഈ 6.02 into 10⁻23 നമ്മൾ താഴോട്ട് കൊണ്ടുവരണം. ഇതിനെ റൈറ്റ് സൈഡിലോട്ട് മാറ്റുമ്പോൾ ഇത് ഡിവിഷൻ ആവും അല്ലെ? 6.02 into 10⁻23 എത്ര വരും? 24 divided by 6.02 വരുമ്പോ 3.98 ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3.98 കിട്ടും. 24 divided by 6.02. പിന്നെ 10⁻23 ഉണ്ടായിരുന്നു താഴെ, അതിനെ മുകളിലേക്ക് എടുക്കുവാണെങ്കിൽ into 10⁻−23. അപ്പൊ ഇതാണ് ഒരു മഗ്നീഷ്യം ആറ്റത്തിന്റെ മാസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Determine the number of moles present in 0.55 milligram of electrons. So 0.55 milligram of electrons. അതിന്റെ നമ്പർ ഓഫ് മോൾസ്, എത്ര മോൾസ് പ്രസന്റ് ആണെന്നുള്ളതാണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കാണാൻ നമുക്ക് ഗിവൻ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പം ആ ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അതിനേക്കാളും സിമ്പിൾ ആയിട്ട് ഇവിടെ ഞാൻ എളുപ്പത്തിൽ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ മാസ് ഓഫ് 1 ഇലക്ട്രോൺ നമുക്കറിയാം. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എന്താണ് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. മാസ് ഓഫ് 1 ഇലക്ട്രോൺ is equal to 9.1 into 10⁻−28 ഗ്രാം ആണ്. പക്ഷെ ഇവിടെ മില്ലിഗ്രാം മെഷർമെന്റ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ മില്ലിഗ്രാമിലോട്ട് മാറ്റാണ്. അപ്പൊ മില്ലിഗ്രാമിലോട്ട് മാറ്റുമ്പോൾ 9.1 into 10⁻−28
28 ആയിരുന്നു. അപ്പൊ അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 to the power minus 25 ആവും. 3 zeros അല്ലേ? അപ്പൊ മൈനസ് 10 to the power minus 28 എന്നുള്ളത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 to the power minus 25 milligram എന്നാവും. ഓക്കെ, ഇനിയിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. മാസ് ഓഫ് 1 mole കണ്ടുപിടിച്ചോളൂ. മാസ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ. 1 mole. അപ്പൊ 1 ഇലക്ട്രോണിൻ്റെതാണ് എത്ര? ഈ പറഞ്ഞ അമൗണ്ട്, ഈ പറഞ്ഞ അത്രയും എമൗണ്ട്. അപ്പൊ ഒരു മോളിന്റെ എത്ര നോക്കാം. മാസ് ഓഫ് 1 mole ഇലക്ട്രോൺസ് എത്രയാണത്? അപ്പൊ ഒരു ഇലക്ട്രോൺ ഇത്രയാണെങ്കിൽ ഒരു മോൾ ഓഫ് ഇലക്ട്രോൺസിന് എത്ര ഉണ്ടാവും? ഒരു മോൾ എന്ന് പറയുന്നത് 6.02 × 10⁻23 ആണല്ലോ. അപ്പൊ ആ നമ്പർ കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയില്ലേ? 10 to the power of minus 25 milligram into എന്ത് വരും? 6.02 അവഗാഡ്രോ നമ്പർ. ഒരു മോളില് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ല, ഇലക്ട്രോൺസ് ആണ് ഇവിടെ. അപ്പൊ 6.02 × 10⁻23 ഇലക്ട്രോൺസ് ഉണ്ടാവും ഒരു മോളില്. അപ്പൊ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇപ്പൊ 10 to the power 25 minus 25 23 ഇവിടെ നിൽക്കട്ടെ. 9.1 × 6.022 ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കൂ. ഓക്കെ, എന്നിട്ട് പിന്നെ ഡെസിമൽ പ്ലേസ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അവസാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.55 എന്ന് കിട്ടും. അപ്പൊ അതന്നെയല്ലേ ക്വസ്റ്റ്യൻ. 0.55 മില്ലിഗ്രാം അല്ലെ, മില്ലിഗ്രാമിലാണ് നമ്മൾ എടുത്തത്. അപ്പൊ 0.55 മില്ലിഗ്രാം. 0.55 മില്ലിഗ്രാം അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാണ്? 1 mole. 1 mole ആണ് എന്റെ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ 0.55 ഡിവൈഡ് ബൈ 9.1 × 10 to the power minus 28 അറ്റോമിക് മാസ്. അപ്പം ആദ്യം അറ്റോമിക് മാസ് കാണാം. അറ്റോമിക് മാസ് മോളാർ മാസ് കാണാം. അപ്പൊ മോളാർ മാസ് പറയുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് 0.55 എന്ന് കിട്ടും. 0.55 ഡിവൈഡ് ബൈ 0.55 എത്ര കിട്ടും? 1 mole അല്ലേ? ഇപ്പൊ ഇവിടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ മാസ് ഓഫ് 2 moles ഓഫ് അമോണിയ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നേരത്തെ ന്യൂമറിക്കലി ചോദിച്ചപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്ത് കാണിച്ചു അല്ലെ. 2 moles ഓഫ് അമോണിയയുടെ മാസ്. ഒരു മോൾ ഓഫ് അമോണിയ എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ മാസ്, അതിന്റെ മാസ് ഓഫ് 1 mole ഓഫ് അമോണിയ. അമോണിയ എന്താണ്? NH3 ആണ് അല്ലെ. NH3 എന്ന് പറയുമ്പോൾ നൈട്രജന്റെ മാസ് എത്രയാണ്? നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അതിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ആണ്. 14 പ്ലസ് 3 × 1 അതാണ് അതിന്റെ മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ. ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. ഇവിടെ മോളിക്കുലാർ മാസ് മോളിക്കുലർ ആയതുകൊണ്ട് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക, അതിനെ ഗ്രാമിലോട്ട് എഴുതുക, അത്രേ ഉള്ളൂ. അതാണ് മോളാർ മാസ്. അപ്പൊ 14 പ്ലസ് 3 × 1 എത്രയാ? 17 ഗ്രാം. മോളിക്കുലർ മാസ് എഴുതുക, ഗ്രാം എന്നുള്ള സിമ്പിൾ ഇവിടെ ഇടുക, അത്രേ ഉള്ളൂ. അതാണ് മോളാർ മാസ്. അപ്പം ഒരു മോളിന്റെ മാസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2 മോളിന്റെ മാസ് എത്രയാ? 2 × 17. 2 moles എന്ന് പറയുമ്പോൾ എത്രയാ? 2 molesന്റെ മാസ് എന്ന് പറയുമ്പോൾ 2 × 17 gram. That's equal to 34 gram. അല്ലേ? ഇതാണ് എന്റെ ആൻസർ. വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A reaction mixture for the production of NH3 gas contains 250 gram of nitrogen gas and 50 gram of hydrogen gas under suitable conditions. Identify the limiting reagent if any and calculate the mass of ammonia gas produced. Okay, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. എ റിയാക്ഷൻ മിക്സ്ചർ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഗ്യാസ്. ഇപ്പൊ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഗ്യാസ്, ആ ഒരു റിയാക്ഷന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം തന്നെ എഴുതുക. ഇങ്ങനത്തെ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും മോൾ കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസിന്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെല്ലാം നമുക്ക് എന്താണ് വേണ്ടത്? ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വേണം. അപ്പോൾ അമോണിയയുടെ ഫോർമേഷൻ ആണ് ഏതെന്നാണ്? നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. അപ്പൊ നോക്കാം എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നത് നോക്കൂ ആദ്യം. അപ്പൊ നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഫോംസ് അമോണിയ. അല്ലെ? അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അമോണിയ ഫോം ചെയ്യുന്നത് എന്തെന്നാണ് ചെയ്യുന്നത്?
നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. ഇനി ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്തേ. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 3ഉം 2ഉം അല്ലെ, 3ഉം 2ഉം ബാലൻസ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കും, ഇവിടെ ഒരു 3 ഇട്ട് കൊടുക്കും അല്ലെ. മാക്സിമം നമ്മൾ LCM ഒക്കെ കാണുന്ന പോലെ. ഇപ്പം ബാലൻസ്ഡ് ആയി. അല്ലാതെ 2ഉം 3ഉം ബാലൻസ് ചെയ്യാൻ നമുക്ക് ഒറ്റ നമ്പർ ഒരു ഭാഗത്ത് മാത്രം നമ്പർ ആഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ 3 ഇട്ടപ്പോൾ 3 3 into 2 6 ആയി. ഇവിടെ 2 ഇട്ടപ്പോൾ 2 into 3 6 ആയി. അപ്പൊ അങ്ങനെ അത് ബാലൻസ്ഡ് ആയി. ഇനിയിപ്പോ നൈട്രജൻ ഇവിടെ 2 ആയിരുന്നു, ഇവിടെയും 2 ആണ് അല്ലേ. അപ്പൊ ഇത് കറക്റ്റ് ആണോ? ഇപ്പൊ ബാലൻസ്ഡ് ആയില്ലേ? 2 നൈട്രജൻ, ഇവിടെയും 2 നൈട്രജൻ, ഇവിടെയാണെങ്കിൽ 3 into 2 6 ഹൈഡ്രജൻ, ഇവിടെയാണെങ്കിൽ 2 into N2 plus 3H2 gives 2 NH3. ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഇനിയിപ്പോ നോക്കൂ ഇതിന്റെ മാസിലോട്ട്. ഇനി അടുത്തത് ഇവിടെ മാസ് ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ മാസിലോട്ട് മാറ്റാം. അപ്പം മോളാർ മാസ് ഗ്രാംസ് തന്നെയാണ്. അപ്പോൾ കൺവേർഷൻ ഒന്നും വേണ്ട ഈ ക്വസ്റ്റിന്. ചില ക്വസ്റ്റിനിൽ കിലോഗ്രാം ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഗ്രാം തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നൈട്രജൻ എത്ര ഗ്രാം ആണ്? നൈട്രജൻ ഇവിടെ നൈട്രജന്റെ മോളാർ മാസ് ഇവിടെ 1 ആണല്ലോ സ്റ്റോയിക്യോമെട്രിക് കോഎഫിഷ്യന്റ്. അപ്പോൾ ഒരു നൈട്രജൻ മോളിക്യൂളിന്റെ മാസ്, ഒരു നൈട്രജൻ ആറ്റം എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അതിന്റെ മാസ്, അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ആണ്. അങ്ങനെയാണെങ്കിൽ 2 നൈട്രജൻ എത്ര ഉണ്ടാവും? 28 ഗ്രാം. 14 plus 14 അല്ലെങ്കിൽ 14 into 2 28 ഗ്രാം പ്ലസ് 3 ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജൻ എത്രയാണ്? 1 ആണ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 1 ആണ്. അപ്പൊ 2 എന്ന് പറയുമ്പോൾ 2 H2 2 ആണ്. അപ്പൊ അങ്ങനത്തെ 3 എണ്ണം. അപ്പൊ 3 into 2 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ. അപ്പൊ 28 ഗ്രാമും നൈട്രജൻ 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എത്ര അമോണിയ കിട്ടും? 2 NH3. 2 NH3 ആണ് കിട്ടുന്നത്. ഒരു NH3 എന്ന് പറയുന്നത്, ഒരു NH3 നൈട്രജൻ 14 പ്ലസ് ഹൈഡ്രജൻ 3. അപ്പോ 14 plus 3 17 into 2 അതായത് 34 ഗ്രാം ഓഫ് അമോണിയ ഫോം ചെയ്യുന്നു അല്ലെ. ഇതാണ് സിമ്പിൾ സ്റ്റോയിക്യോമെട്രിക് ഇക്വേഷൻ എഴുതി. ഇനിയിപ്പോ 2 പാർട്ടാണ്. ഒന്നാമത്തേത് നമ്മൾ ആദ്യം ലിമിറ്റിംഗ് റിയേജന്റിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പം ലിമിറ്റിംഗ് റിയേജന്റിനെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും മാസ് ഓഫ് അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിച്ചിരിക്കണം. എന്നിട്ട് ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണോ ആ പെർട്ടിക്കുലർ റിയാക്ടന്റ് എന്ന് വേണം പ്രോഡക്റ്റ് എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ലിമിറ്റിംഗ് റിയേജന്റിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന 25 ഗ്രാം ഓഫ് നൈട്രജൻ 50 ഗ്രാം ഓഫ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു എന്നാണ്. അപ്പൊ ആദ്യം വരെ നമ്മൾ അത് തന്നെ നോക്കാം. അതായത് നൈട്രജൻ 250 ഗ്രാം ഓഫ് നൈട്രജൻ റിയാക്ട് ചെയ്യാനായിട്ട് എത്ര ഹൈഡ്രജൻ വേണമെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നൈട്രജനും ഹൈഡ്രജനും എടുക്കുക ഇവിടെ. അപ്പൊ നൈട്രജന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 28 ഗ്രാം ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് 28 ഗ്രാം ഓഫ് നൈട്രജൻ വിൽ റിയാക്ട് വിത്ത് 28 ഗ്രാം ഓഫ് നൈട്രജൻ റിയാക്ട് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ വേണം? 6 ഗ്രാമുമായിട്ട് 6 ഗ്രാം ഓഫ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലെ. സിമ്പിൾ ആണ്. 28 ഗ്രാം ഓഫ് നൈട്രജൻ എത്ര? 6 ഗ്രാം ഓഫ് ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നോക്കൂ 1 ഗ്രാം ഓഫ് നൈട്രജൻ എത്ര ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞ ആപ്പിളിന്റെ കഥ തന്നെ ഇവിടെ. 10 ആപ്പിളിന് 20 rupees ആണെങ്കിൽ ഒരു ആപ്പിളിന് എത്രയാണ് വില? ഒരു ആപ്പിളിന് എത്രയാണ് വില നമ്മൾ എങ്ങനെ കാണും? 20 divided by 10 അല്ലേ ചെയ്യുന്നത്. അപ്പൊ സെയിം കാൽക്കുലേഷൻ ഇവിടെയും 28 ഗ്രാം ഓഫ് നൈട്രജൻ 6 ഗ്രാം ഓഫ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഓഫ് നൈട്രജൻ ഈ 28നെ ഇപ്പുറത്തോട്ട് എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6/28 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ആണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ 1 ഗ്രാം നൈട്രജനുമായിട്ട് എത്രയാണ്? 6/28 ഗ്രാം ഓഫ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ 250 ഗ്രാം ഓഫ് നൈട്രജൻ റിയാക്ട് ചെയ്യാനായിട്ട് എത്ര ഹൈഡ്രജൻ ആവശ്യമുണ്ട് നോക്കൂ. അപ്പൊ 1 എന്നുള്ളത് 250 ആയി. അപ്പൊ 1നെ നമ്മൾ 250 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ പ്രോഡക്റ്റ് സൈഡും നമ്മൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. റിയാക്ടന്റ് സൈഡ്, അതായത് ഈ സൈഡ് നമ്മൾ 1 250 ആക്കി. അതായത് 1 into 250 ആണ്. 1നെ 250 മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് 250 കിട്ടുന്നത്. അപ്പൊ ഇവിടെയും ആ സെയിം കാൽക്കുലേഷൻ ചെയ്യാലോ. 6/28 into 250 ഗ്രാം ഓഫ് ഹൈഡ്രജൻ. അപ്പൊ ഇതാണ്, ഇത്രയും ഹൈഡ്രജൻ ആണ് എന്തിനാവശ്യം?
250 gram ഓഫ് നൈട്രജൻ റിയാക്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പൊ അതിന്റെ ഈ കാൽക്കുലേഷൻ ഒന്ന് ചെയ്യൂ. കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുന്നത് നോക്കിയേ. 53.57 gram. ഇപ്പൊ നോക്കൂ, 250 gram ഓഫ് നൈട്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ഹൈഡ്രജൻ വേണം? 53.57 gram ഹൈഡ്രജൻ വേണം. നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 50 gram ഓഫ് ഹൈഡ്രജൻ. അപ്പം ഏതാണ് ലിമിറ്റിംഗ് റിയേജന്റ്? അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഏതാണ് ലിമിറ്റിംഗ് റിയേജന്റ്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണല്ലോ. കാരണം ഹൈഡ്രജൻ നമുക്ക് 53.57 gram ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ സ്ഥാനത്ത് 50 ഗ്രാമേ ഉള്ളൂ അല്ലെ, കുറവാണ്. 3.57 gram കുറവാണ്. അപ്പം അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്ത് എഴുതണം? ലിമിറ്റിംഗ് റിയേജന്റ്. സോ ലിമിറ്റിംഗ് റിയേജന്റ് ഇസ് ഹൈഡ്രജൻ. അടുത്ത രണ്ടാമത്തെ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ എടുക്കാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ എന്തിലോട്ട് പോകണം? എപ്പോഴും ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. കാരണം ലിമിറ്റിംഗ് റിയേജന്റ് കംപ്ലീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ നടക്കില്ല. എക്സസ് അടുത്ത റിയേജന്റ് എത്ര അധികം ഉണ്ടായിരുന്നാലും ശരി, പിന്നെ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണ്? ഇവിടെ ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ നോക്കൂ, 6 gram ഓഫ് ഹൈഡ്രജന് 34 gram ഓഫ് അമോണിയ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മളൊന്ന് എഴുതി നോക്കാം. 6 gram ഓഫ് ഹൈഡ്രജന് എത്ര അമോണിയ ഫോം ചെയ്യുന്നുണ്ട്? 34 gram ഓഫ് അമോണിയ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി സിമ്പിൾ ആണ്. നേരത്തെ ഇപ്പൊ ഈ ഫസ്റ്റ് സ്റ്റെപ്പില് ഈ സൈഡിൽ ഞാൻ ചെയ്തിരിക്കുന്ന അതേ കാൽക്കുലേഷൻ ഇവിടെയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര അമോണിയ ഫോം ചെയ്യുന്നു എന്ന് കിട്ടും. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, അല്ലാതെ 1 ഗ്രാമിലോട്ട് മാറ്റിയിട്ട് ചെയ്യുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 250 gram ഓഫ് ഹൈഡ്രജൻ ഇവിടെ എഴുതിയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏത് മെത്തേഡ് ആണ് ഈസി അത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം 1 ഗ്രാമിലോട്ട് മാറ്റാം, അതാകുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആണ്. അപ്പൊ 6 gram ഓഫ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ 34 gram ഓഫ് നൈട്രജൻ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 gram ഹൈഡ്രജന് എത്ര അമോണിയ കിട്ടും? 6 gram റിയാക്ട് ചെയ്താൽ 34 gram കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 6നെ 1 ആക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ ഈ 6നെ റൈറ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ എന്തായി? 34 divided by 6 gram. 6 gram ഓഫ് അമോണിയ. അപ്പൊ 1 gram ഹൈഡ്രജൻ എത്ര കിട്ടും? 34/6 gram ഓഫ് അമോണിയ കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഈ 50 gram ഓഫ് ഹൈഡ്രജൻ നമുക്ക് എത്ര കിട്ടും? മൾട്ടിപ്ലൈ ചെയ്തോളൂ. 34 divided by 6 into 50 gram ഓഫ് അമോണിയ ആണല്ലോ. ഇത് തന്നെയല്ലേ നമ്മുടെ ആൻസർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടും റിയാക്ട് ചെയ്താൽ എത്ര അമോണിയ ഫോം ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. 34 divided by 6 into 50. ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 283.33 gram ഓഫ് അമോണിയ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആൻസർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ 5 മാർക്ക്, 1-2 പാർട്ടും കൂടി ആഡ് ചെയ്തിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ഇത് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഈ മോൾ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എല്ലാത്തിന്റെയും അറ്റോമിക് നമ്പറും ഒന്ന് അറിഞ്ഞിരിക്കണം. അറ്റോമിക് നമ്പർ, അറ്റോമിക് മാസും അല്ലെ, അത് മാത്രമേ വേണ്ടൂ. പിന്നെ സ്റ്റോയിച്ചിയോമെട്രിക് കാൽക്കുലേഷൻ, ഇക്വേഷൻ എഴുതാൻ അറിയണം, ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാൻ അറിയണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞാൻ ഇനി റിപ്ലൈ ചെയ്യാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ബാക്കിയുള്ള കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ ഡൗട്ട്സും നിങ്ങൾ കമന്റ് ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.